ഹായ്, എല്ലാവർക്കും ട്യൂഷൻ അക്കാദമിക് സ്റ്റൈൽ എന്ന PSC ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് രണ്ടക്ക സംഖ്യകളുടെ സ്ക്വയർ എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പം രണ്ടക്ക സംഖ്യകളുടെ സ്ക്വയേഴ്സ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, സ്ക്വയർ വെച്ചിട്ടുള്ള കണക്കുകൾ PSC പരീക്ഷകളിൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായാൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയറും ലൈക്കും ചെയ്യുക. ഓക്കെ, അപ്പം സ്ക്വയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1ൻ്റെ സ്ക്വയർ എത്രയാടാ? 1ൻ്റെ സ്ക്വയർ 1 ആണ്. 2ൻ്റെ സ്ക്വയർ എത്ര? 2ൻ്റെ സ്ക്വയർ 2 ആണ്. 3ൻ്റെ സ്ക്വയർ എത്ര? 3ൻ്റെ സ്ക്വയർ 9 ആണ് അല്ലേ? അപ്പോൾ ഈ 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1, 2ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 2 ഇൻറ്റു 2, 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3, ഇങ്ങനെയാണല്ലോ വരിക. അപ്പോൾ 10 വരെയുള്ള സ്ക്വയേഴ്സ് എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം, എങ്കിലേ നമുക്കിത് ഈ ഒരു രണ്ടക്ക സംഖ്യകളുടെ സ്ക്വയർ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 3 സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയറാണ് കേട്ടോ. ഇനി 4ൻ്റെ സ്ക്വയർ എത്ര? 4ൻ്റെ സ്ക്വയർ 16. ഇനി 5ൻ്റെ സ്ക്വയർ എത്രയാ? 5ൻ്റെ സ്ക്വയർ 25. 6ൻ്റെ സ്ക്വയർ എത്ര? 6ൻ്റെ സ്ക്വയർ 36. 7ൻ്റെ സ്ക്വയർ 49. 8ൻ്റെ സ്ക്വയർ എത്ര? 8ൻ്റെ സ്ക്വയർ 16, അല്ല 64 ആണ് കേട്ടോ. 8ൻ്റെ സ്ക്വയർ 64. 9ൻ്റെ സ്ക്വയർ 81. 10ൻ്റെ സ്ക്വയർ 100. എങ്ങനെയാണ് വരിക അല്ലേ? ഓക്കെ, ഇത് നിങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും, എങ്കിലും ഞാൻ ആരെങ്കിലും പഠിക്കാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കണം കേട്ടോ. കാരണം ഇത് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാൻ ഉപകരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് രണ്ടക്ക സംഖ്യകളുടെ സ്ക്വയർ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് 10 വരെയുള്ളത് പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് അത് പഠിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. രണ്ടക്ക സംഖ്യകളുടെ സ്ക്വയർ എളുപ്പത്തിൽ കണ്ടുപിടിക്കണമെങ്കിൽ ബേസിക്കായിട്ട് ഈ 10 വരെയുള്ളതിൻ്റെ സ്ക്വയർ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, നോക്കാം. 16ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക? 6ൻ്റെ സ്ക്വയർ എത്ര? 6ൻ്റെ സ്ക്വയർ കുറച്ചുകൂടെയൊക്കെ എഴുതാട്ടോ, എന്നാലും നമുക്ക്. ഓക്കെ, 16ൻ്റെ സ്ക്വയർ. 6ൻ്റെ സ്ക്വയർ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? 36. ഫസ്റ്റ് സ്റ്റെപ്പ് 36. ഈ 36 ഇവിടെ എഴുതണ്ട, 6 എഴുതിയാൽ മതി. 3 എന്ത് ചെയ്യാം? ഇവിടെ എഴുതാം. ഓക്കെ, ഇനി എന്താണ് രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്? ഇൻറ്റു ചെയ്യാട്ടോ. 3 സംഖ്യകളും കൂടെ സ്ക്വയറും കൂടെ ഇൻറ്റു ചെയ്യാം. 1 ഇൻറ്റു 6 എത്ര? 6. 6 ഇൻറ്റു 2 12. 12 3 കൂടെ കൂട്ടുമ്പോൾ എന്താ ഇവിടെ? 15 ആവും. ഓക്കെ, 15 ആവും. അപ്പോൾ നമുക്ക് ഈ 3 ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ 1 കൊടുക്കാം. ഓക്കെ, 1 അല്ലേ ഇവിടെ ശിഷ്ടമായിട്ട് വന്നിട്ടുള്ളത്, റിമൈൻസ്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഈ 1ൻ്റെ സ്ക്വയറാണ് കേട്ടോ. ഫസ്റ്റ് സംഖ്യയുടെ സ്ക്വയറാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 അല്ലേ വരിക? അപ്പോൾ ഈ 1 കൂടെ ആഡ് ചെയ്യുമ്പം 256 കിട്ടും. മനസ്സിലായില്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 6ൻ്റെ സ്ക്വയർ നേരെ എഴുതാം, 36 ആവും. പിന്നെ ഇവിടെ 3 വരും. 3 വന്നിട്ട് 3 അവിടെ വെക്കും.
ശിഷ്ടമായിട്ട് വരും. പിന്നെ 1 × 6 × 2 നോക്കും, 12 വരും. 12നോട് 3 കൂട്ടുമ്പോൾ 15 വരും, 1 ശിഷ്ടം വരും. പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ 1ൻ്റെ സ്ക്വയറാണ് കേട്ടോ എടുക്കുന്നത്. 1ൻ്റെ സ്ക്വയർ എടുക്കുമ്പം 1 തന്നെയാണല്ലോ, 1ൻ്റെ സ്ക്വയർ 1 × 1 1 തന്നെയാണ്. അപ്പം ഈ 1നോട് 1 കൂട്ടും, 1 കൂട്ടുമ്പം 2 കിട്ടും. ഓക്കെ, അപ്പോൾ 256 ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് 17ൻ്റെ സ്ക്വയർ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. 17ൻ്റെ സ്ക്വയർ കേട്ടോ. ഓക്കെ, 17ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ നമുക്ക് 25ൻ്റെ സ്ക്വയർ ആവാം. ഇനി 25ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം കേട്ടോ. കാരണം 16 നമ്മളെ 4ൻ്റെ സ്ക്വയറാണ്. ഇനി 5ൻ്റെ സ്ക്വയർ 25ആണ്. അപ്പോൾ 25ൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. 25ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക? 5ൻ്റെ സ്ക്വയർ 25, അപ്പോൾ 2 ഇവിടെ വരും. പിന്നെ 2 × 5 × 2, 2 5 10, 10 2 20, 20നോട് 2 പ്ലസ് ചെയ്യുമ്പോൾ 22. ഓക്കെ, അപ്പോൾ 2 ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് എന്താ? 2ൻ്റെ സ്ക്വയർ എടുക്കുക. 2ൻ്റെ സ്ക്വയർ എത്ര? 4. 4നോട് ഈ 2 കൂട്ടുമ്പം 5 6, 625 എന്ത് ആൻസറായിട്ട് വരിക. ഓക്കെ, സ്ക്വയർ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് 36ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം കേട്ടോ. 36ൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. വളരെ എളുപ്പമാണ്. ഇങ്ങനെ നമുക്ക് സ്ക്വയേഴ്സൊക്കെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. സ്ക്വയർ നമുക്കൊരു എളുപ്പമുള്ളൊരു കാര്യമായിട്ട് മാറും. 36ൻ്റെ സ്ക്വയർ നോക്കാം. 6ൻ്റെ സ്ക്വയർ എത്ര? 6 6 36. അപ്പം 6, 3 ഇവിടെ കിട്ടും. 3 × 6 × 2, 3 6 18, 18 × 2 എത്ര? 36 അല്ലേ. 36നോട് 3 കൂട്ടുക, 39 കിട്ടും. അപ്പോൾ 3 ഇവിടെ തന്നെ, 3 വീണ്ടും വരും. പിന്നെ 3ൻ്റെ സ്ക്വയർ 9, 9 3 10 11 12, 1296 നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. 1296 കേട്ടോ. ഇനി നമുക്ക് 49ൻ്റെ സ്ക്വയർ നോക്കാം. 49ൻ്റെ സ്ക്വയർ മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ഇനി നമുക്ക് 49ൻ്റെ സ്ക്വയർ നോക്കാം കേട്ടോ. 49ൻ്റെ സ്ക്വയർ ഫസ്റ്റ് 9 × 9 എത്ര? 81 അല്ലേ. അപ്പോൾ 8 ഇവിടെ കിട്ടും. പിന്നെ 4 × 9 × 2, 4 × 9 × 2 എത്രയാണ്? 9 4 36, 36 × 2 എത്രയാണ്? 36 ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, 36 6 2 12, ബാക്കിയൊന്ന് 3 2 6 72, 72 8, 73 74 75 76 80 അല്ലേ. 8 വീണ്ടും ഇവിടെ 8 തന്നെ വരികയാണ്. പിന്നെ 4ൻ്റെ സ്ക്വയർ 16, 17 18 19 20 21 24 ഇങ്ങനെ കിട്ടും. ക്യാൻസർ 24,001 കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 64ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. സ്ക്വയർ കണ്ടുപിടിക്കാം കേട്ടോ. 64ൻ്റെ സ്ക്വയർ എത്രയിടാ? 4 4 16 അല്ലേ. 4ൻ്റെ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കുക, 16, ബാക്കി 1 വരും. 6 × 4 × 2, 6 4 24, 24 × 2 48, 48നോട് 1 കൂട്ടുക, അപ്പോൾ 49, അപ്പോൾ 4 ഇവിടെ വരും. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 6ൻ്റെ സ്ക്വയർ 36 വരുമ്പോൾ 36നോട് 4 കൂട്ടുമ്പോൾ എത്ര? 40, അപ്പോൾ 4, അപ്പോൾ എത്ര വരും? 4096 കേട്ടോ. 4096. ഓക്കെ, സ്ക്വയർ കിട്ടുന്നത് 4096. ഇനി നമുക്ക് ലാസ്റ്റ് 81ൻ്റെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോഴത്തേക്കും നിങ്ങൾ ഉഷാറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. 81ൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ സ്ക്വയർ ബേസിലാണ് നോക്കിയത് കേട്ടോ. അതായത് 4 സ്ക്വയർ 16, പിന്നെ നമ്മൾ 25ൻ്റെ കണ്ടു, പിന്നെ 36ൻ്റെ കണ്ടു. ആ രീതിയിലാണ്. അപ്പോൾ 81ൻ്റെ സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ 1, 8 × 1 × 2, 8 1 8, 8 2 16, ബാക്കി 1. 8ൻ്റെ സ്ക്വയർ 8 8 64, 1 കൂട്ടുമ്പം 65. അപ്പോൾ 65 61 അല്ലേ? ഓക്കെ, 6561 81ൻ്റെ സ്ക്വയർ. ഇനി നമുക്ക് സ്ക്വയർ വെച്ചിട്ടുള്ള കണക്കുകൾ നോക്കാം കേട്ടോ. എങ്ങനെയൊക്കെയാണ് കണക്കുകൾ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 4 9 16 25. ഇത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുമല്ലേ? കാരണം നമ്മൾ 10 വരെയുള്ള സ്ക്വയർ പഠിച്ച ഒരാൾക്ക് ഇത് സിമ്പിളായിരിക്കും. ഓക്കെ, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ, ഇത് 2ൻ്റെ സ്ക്വയർ, ഇത് 3ൻ്റെ സ്ക്വയർ, ഇത് 4ൻ്റെ സ്ക്വയർ, ഇത് 5ൻ്റെ സ്ക്വയർ. ഇനി ഇവിടെ കിട്ടേണ്ടത് 6ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ 6 6 36. ഓക്കെ, 6 6 36. ഇതാണ്, ഇങ്ങനെയാണ് കിട്ടുക അല്ലേ? അപ്പം ഇതിൻ്റെ ആൻസർ അങ്ങനെയാണ് കിട്ടുന്നത്. ഞാൻ അടുത്ത് നോക്കാം. 3 8 15 24. ഇത് കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം 2ൻ്റെ സ്ക്വയർ എത്ര? 4 ഈ 4ന് 1 കുറച്ചാൽ 3 കിട്ടും. ഓക്കെ, ഇനി എത്ര? 3ൻ്റെ സ്ക്വയർ 9, 9ന് 1 കുറച്ച് 8 കിട്ടും. 4ൻ്റെ സ്ക്വയർ 16, 16ന് 1 കുറച്ചാൽ 15 കിട്ടും. 5ൻ്റെ സ്ക്വയർ 25, 25ന് 1 കുറച്ച് 24 കിട്ടും. 6ൻ്റെ സ്ക്വയർ 36 അല്ലേ? 36ന് 1 കുറച്ച് എത്രയുടെ കിട്ടുക? 35 കിട്ടും. അപ്പോൾ ഇവിടെ 35 ആൻസറായിട്ട് വരിക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓഡ് മാൻ ഔട്ടാണ് കേട്ടോ. കാരണം ഒറ്റയാനെ കണ്ടെത്താൻ അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഒറ്റയാനെ കണ്ടെത്താനുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. മായുന്നില്ല. ഇനി ഓഡ് മാൻ ഔട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. നമുക്കിതൊന്ന് ഒറ്റയാനെ കണ്ടെത്താൻ നോക്കാം. ഓക്കെ, 64 121 144 150. ഓക്കെ, 64 നമുക്കറിയാം അല്ലേ? എന്തിൻ്റെ സ്ക്വയറാണ് 64? 8ൻ്റെ സ്ക്വയറാണ്. 8ൻ്റെ സ്ക്വയറാണ് 64. ഓക്കെ, 8ൻ്റെ സ്ക്വയർ. ഇനി 121 എന്തിൻ്റെ സ്ക്വയർ ആയിരിക്കും? 11ൻ്റെ സ്ക്വയറാണ് കേട്ടോ. 11ൻ്റെ സ്ക്വയറാണ് 121. 144 12ൻ്റെ സ്ക്വയറാണ്. 12ൻ്റെ സ്ക്വയറാണ്. 150 ഏതെങ്കിലും സ്ക്വയറാണോ? അല്ല. 150 ഒന്നിൻ്റെയും സ്ക്വയറല്ല, പൂർണ്ണവർഗമല്ല. ഇതൊക്കെ പൂർണ്ണവർഗമാണല്ലേ? 64 121 144. അപ്പോൾ ഇതിൽ ഒറ്റയാനായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് നമ്മുടെ 150നെ തന്നെയാണ്. ഒറ്റയാനായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഈ 150നെ തന്നെയാണ്. ഇങ്ങനെയാണ് PSC പരീക്ഷകളിൽ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമുക്ക് സ്ക്വയർ അറിയാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അധികം വീഡിയോ നീട്ടിയിട്ട് കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇതുപോലുള്ള നല്ല നല്ല ട്രിക്സുമായിട്ട് ഇനിയും വരുന്നതാണ്. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.